ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമോ? എന്തായിരിക്കും യൂണിവേഴ്സിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്? നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമോ? ഈ ഒരു സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾ കൈവരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം വേദനകൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് വേദനകൾ ലഭിച്ച ശേഷം അതായത് നിങ്ങൾ പതിയെ പതിയെ നടന്നു നീങ്ങുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. എന്തോ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാര്യങ്ങൾ തെറ്റിദ്ധാരണ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കിയില്ല എന്നാണ് കാണിക്കുന്നത്. ഒടുവിൽ നിങ്ങളിവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിൽ തിരിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു രീതിയിൽ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമോ? എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് പറയുവാനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നടന്നു പോകുന്ന ടൈം, അതായത് നിങ്ങൾ ഇനിയും ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങൾ ഇനിയും പെട്ടെന്നൊന്നും പോകില്ല, അവിടെ തന്നെ കാണും എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോകും എന്നിവർ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ ഇല്ലാതാകും, അതായത് നിങ്ങൾ പൊയ്ക്കഴിയുമ്പോഴാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നത്. ആ ഒരു വില മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ വീണ്ടും നിങ്ങളുടെ പിറകെ വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു ചാരിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളത്. ക്യൂളോസോട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വരുമ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ ബൗണ്ടറീസ് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഈ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുവാൻ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ക്യൂണോസോട്സിന്റെ എനർജിയായി നിങ്ങൾ ഇവിടെ മാറും. നിങ്ങളൊരു അതിർവരമ്പ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സണ്ണ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി, അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് ഒരു തിരിച്ചറിവ് നിങ്ങൾ പോയതിന് ശേഷമായിരിക്കും വരുന്നത് എന്നും കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളോടൊത്തൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പ്രതീക്ഷയോട് കൂടി, അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഈ ഒരു വ്യക്തി വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവർ മനസ്സിൽ കരുതുന്നത് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ വളരെയധികം, അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, വളരെയധികം ശുദ്ധമായ ഹൃദയമുള്ളൊരു വ്യക്തിയാണ്. പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അവരെ വിട്ടുപോകുവാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്തും ഉണ്ടെന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, നിങ്ങൾ ഓർക്കുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട്, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ മുൻപ് ഒരുപാട് കെയർ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഒരു അമ്മയെ പോലെ ഒരുപാട് കെയർ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത ഒരു എനർജി, ഈ ഒരു സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളത്. ടെമ്പറൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ആ ഒരു പ്രശ്നങ്ങൾ പതുക്കെ അവസാനിക്കുന്ന ഒരു എനർജിയിലോട്ട് മാറും എന്നാണ് കാണിക്കുന്നത്.
പക്ഷേ ഈ ഒരു വ്യക്തി പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്ന ഒരു എനർജി ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരെ നിങ്ങൾ പഴയതുപോലെ സ്വീകരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങളൊരു ബൗണ്ടറീസ് വെക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിൽ നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബന്ധം വീണ്ടും പഴയ രീതിയിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. വീണ്ടും പഴയ രീതിയിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ പതിയെ പതിയെ അവസാനിച്ചു പോകും എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് സൂചന നൽകുന്നത്. നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രതീക്ഷയാണ് കാണിക്കുന്നത് ഈ ഒരു കാർഡ്. അതായത് ഒരുപാട് പ്രതീക്ഷ, ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിലോട്ട് വരും. വന്നതിന് ശേഷം നിങ്ങൾ കുറച്ചൊരു ആഗ്രഹം അവരോട് പാലിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾ തമ്മിൽ പഴയ രീതിയിലാകും. പഴയ രീതിയിൽ ഈ ഒരു ബന്ധം മെച്ചപ്പെടുത്തി പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഈ ഒരു സ്റ്റാർ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സിക്സ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പഴയ വേദനകൾ, നിങ്ങൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, പല കാര്യങ്ങളും എല്ലാ വേദനകളും അവസാനിപ്പിച്ച് നിങ്ങൾ ഒരുമിച്ച് പുതിയൊരു പാതയിലേക്ക് പോകും. അതാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മുൻപ് ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവസാനിക്കും. ഇത് താൽക്കാലികം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.